ലഹരി മാഫിയകളെ പോലെ സാമൂഹ്യ വിരുദ്ധരായ ചെറുപ്പക്കാരും നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ഇതിന്റെ ഇരകളാകുന്നത് പലപ്പോഴും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ്. കൊല്ലം ചിതറയിൽ കുളിക്കടവിൽ യുവാക്കളുടെ നഗ്നതാ പ്രദർശനം ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ അമ്മയ്ക്കും മകനും ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. പിന്തുടർന്നെത്തിയ അക്രമികൾ കാർ തടഞ്ഞു നിർത്തിയാണ് ആക്രമിച്ചത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ചിതറ പോലീസിന് ലഭിച്ചു. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോഴിക്കോട് പുഴയിൽ എത്തിയ മടത്തറ സ്വദേശികളായ അജിൻ, അക്ബർ, റാസിഖ്, സുധീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പുഴയിലെത്തിയ സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയെന്നാണ് പരാതി. പ്രദേശവാസികൾ ഇത് ചോദ്യം ചെയ്തിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചത്. ചോഴിക്കോട് സ്വദേശികളായ സിന്ധു, മകൻ അശ്വിൻ, സുഹൃത്ത് സൂരജ് എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. അജിനും സുഹൃത്തുക്കളും ചേർന്ന അശ്വിനും അമ്മയും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിയാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കടയ്ക്കൽ മടത്തറയിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ സൂരജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചോഴിക്കോട് ആറ്റിൽ കുളിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ കുറച്ചുപേർ മധ്യലഹരിയിൽ വന്നിരുന്ന് നഗ്നത പ്രദർശനം അതേപോലെ അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ അജിൻ, അക്ബർ എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു. അതേപോലെ 2-3 പേര് വേറെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെയുള്ള നാട്ടുകാർ ഇവരെ വന്ന് അവരുമായിട്ട് സംഘർഷം ഉണ്ടാവുകയും അവിടുന്ന് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ നമ്മളത് നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ഇതിനെ തുടർന്ന് നമ്മൾ വൈകുന്നേരം ഒരു 5-5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മടത്തറയിലോട്ട് പോവുകയായിരുന്നു. മടത്തറയിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളെ വണ്ടി അവിടെ തടഞ്ഞു നിർത്തി കാറിൽ പോവായിരുന്നു. കാറിൽ തടഞ്ഞു നിർത്തി എന്നെയും എൻ്റെ സുഹൃത്ത് അശ്വനെയും അവൻ്റെ അമ്മയെയും അവിടെ നിർത്തി ഇവർ മർദ്ദിക്കുകയുണ്ടായി. അവൻ്റെ അമ്മയൊക്കെ നല്ലപോലെ മർദ്ദിച്ച്. ചിതറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.